പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. എല്ലാ കാര്യങ്ങളും, നിനക്ക് കടമുണ്ടായത്, നിനക്ക് വീടില്ലാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ നൽകിയത്, നിന്റെ കൈകാലുകൾ തളർത്തിക്കളഞ്ഞത്, അള്ളാഹുവെ നിന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു മാറ്റിയത്, ഇതെല്ലാം പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാ. അള്ളാഹു എന്നെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് ഇതെല്ലാം കടന്നു വന്നത്. ഇത് റബ്ബെന്നെ പരീക്ഷിക്കാനാണെന്ന് കരുതികെട്ട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ നാം ഓരോരുത്തരും പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിനെന്തോ എന്നോട് വല്ലാത്ത ദേഷ്യം തീർക്കുന്നത് പോലെ, അള്ളാഹുവിനെന്തോ എന്നോട് വല്ലാത്ത വെറുപ്പ്, ആ വെറുപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തോടുകൂടി ആ പറയുന്ന വാക്ക് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യനെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാഅ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാണ്. അല്ലാതെ പടച്ചവനെ വേറെ ആരെയുമല്ല, ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരെയുമാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത്. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചതാരെയെന്നറിയുമോ? അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് ആദം നബിക്കല്ല, നൂഹ് നബിക്കല്ല, ഇബ്രാഹിം നബിക്കല്ല, മൂസാ നബിക്കല്ല, ദാവൂദ് നബിക്കോ, യാക്കൂബ് നബിക്കോ, യൂസുഫ് നബിക്കോ, സുലൈമാൻ നബിക്കോ, യൂനുസ് നബിക്കോ, അയ്യൂബ് നബിക്കോ, യഹിയാ നബിക്കോ, ഈസാ നബിക്കോ ഒന്നുമായിരുന്നില്ല.